ഇസ്ലാമിലേക്ക് വന്നപ്പോൾ തങ്ങളെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു സുജൂദ് ചെയ്യട്ടെന്ന് പറഞ്ഞപ്പോൾ പറ്റൂല, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു സുജൂദ് കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണെങ്കിൽ ഭാര്യയുടെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പറയും. കൽപ്പിക്കും. നിങ്ങൾ നോക്ക്, നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളോട് പറയാതെ മിണ്ടാതെ ചോദിക്കാതെ പറയാതെ കുറച്ച് തുണി കുപ്പായൊക്കെ എടുത്തിട്ട് പെണ്ണൻ പോയി. 10 മണിക്ക് പോയി. ഫോൺ വിളിച്ചു നോക്കുമ്പോൾ ഫോണൊന്നും കിട്ടില്ല. പിന്നെ 11 മണിക്ക് 12 മണിക്ക് ഇയാളിങ്ങനെ ട്രൈ ചെയ്തോണ്ട് 12 മണിക്ക് കിട്ടി. അല്ല ബുജുർക്ക പോയത്. ഞാൻ ഒരു ചെറിയ സിയാറത്തിന്റെ രാവിലെ മുതൽ ഉച്ച വരെ അത് കഴിഞ്ഞു അതിന് വേണ്ടി പോയതാണ്. ഈ പോക്കിനെ പറ്റി എന്താ ഇസ്ലാം പറയുന്നത്? ഞാൻ ഉദാഹരണം പറഞ്ഞു. ഈ പോക്കിനെ പറ്റി ഉദാഹരണം പറയാം. ഈ ക്ലാസ് ആയാലും പാടില്ല, വേറെ എന്തായാലും പാടില്ല, ആധാരം പാടില്ല. ഒരു പെണ്ണിപ്പോ വീട്ടിൽ നിന്നാണ് പോയി. ഭർത്താവ് വീട്ടിൽ ഒരു കാണുന്ന ഉമ്മയുടെ പോയി. ഉമ്മ എടുക്കും പോയി എന്ന് മക്കൾ പറഞ്ഞു. ഞങ്ങളൊക്കെ സ്കൂളിൽ പോകണ തിരക്കില്ല, നമ്മൾക്ക് പോയി. എല്ലാവരും ബാഗൊക്കെ മാറ്റി സ്കൂളിൽ പോകണം. കുട്ടികളൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പോകണം. കുട്ടികളൊക്കെ പോയി പോലാത്ത അച്ഛനെ ഒടുക്കപ്പോൾ പോയത് ഫോൺ വിളിച്ചു. അങ്ങനെ 12 മണിക്ക് ഡ്രൈവ് ചെയ്ത് കിട്ടി. ഞാൻ രാവിലെ 9 മണി മുതൽ 12 വരെ ചെറിയൊരു സിയാറത്തുണ്ടായിരുന്നു. 1-2 മക്ബറകൾ. അത് കഴിഞ്ഞ് അപ്പോൾ 1/2 മണിക്കൂറോട് കൂട്ടി 10. ഈ പോക്കിന്റെ പേരെന്താ? ഇതിന്റെ പേരാണ് ഇസ്ലാമിലെ നുഷൂസ് എന്ന് പറഞ്ഞത്. അനുസരണക്കേട് നൈരത്വം. സമ്മതല്ലാതെ, ഓർഡർ ഇല്ലാതെ, ഉത്തരവില്ലാതെ പോയതെന്തിനാ? ഞങ്ങൾ പറയും പോയതെന്തിനാ? വിവാഹത്തല്ലേ അത്? ഒരു പുണ്യകർമ്മല്ലേ? പക്ഷെ പുണ്യകർമ്മ ആവൂല. കാരണം സമ്മതമാണ്. ഞാൻ തിരിച്ചു പറയും, ആ വീട്ടിൽ നിന്ന് ആണ് പോകുമ്പോ ഭർത്താവ് ഒരു സ്നേഹമുള്ള ആളാകുമ്പോൾ പറഞ്ഞു പോകണം. പക്ഷെ പോകണം, പറഞ്ഞിട്ടേ പോകാവുന്ന ബാധ്യത ഭർത്താവിനുണ്ടാവും ഇല്ല. കാരണം അയാൾ പെണ്ണിനേക്കാൾ കൂടുതൽ ചുമതലയുള്ള ആളാണ്. ഒരു പക്ഷെ പറയേണ്ട രൂപത്തിലല്ല, അത് പെട്ടെന്ന് പോകേണ്ടി വരും. സാമൂഹികവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് ഭർത്താവ്. അപ്പൊ അയാൾക്ക് സമൂഹത്തിന്റെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, മഹല്ലത്തിന്റെ കാര്യം പലതും നോക്കേണ്ടിയില്ലേ? ഒരു പെണ്ണിനെ സംബന്ധിച്ച് അങ്ങനെ വരില്ല. അതുകൊണ്ട് ആ സഹോദരങ്ങളെ ഓരോരുത്തർക്കും അർഹിച്ച രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വെച്ചു കൊടുത്തത്. അത് ഒരാൾ താഴ്ത്തലോ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ തങ്ങളെ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു സുജൂദ് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറ്റൂല, സൃഷ്ടികൾ